ഓം ശ്രീ ഗുരുഭ്യോ നമഃ. ഗതി കർണാഭ്യർണം ഗരുദ ഇവ പക്ഷ്മാണി ദദതി പുരാംഭേതുശ്ചിത്ത പ്രശമരസവിദ്രാവണ ഫലേ ഇമേ നേത്രേ ഗോത്രാധരപതി കുലോത്തം സകലികേ തവാ കർണാകൃഷ്ടാ സ്മരശരവിലാസം കലയതാ. ഓം ശ്രീ മഹാദേവ്യൈ നമഃ. സൗന്ദര്യലഹരി ശ്ലോകം 52. അല്ലയോ ഹിമവാന്റെ വംശതിലകമായ പാർവതീദേവി, ഹിമാലയ മഹാവംശ പാവന എന്ന് അഷ്ടോത്തരത്തിലുമുണ്ട്. അമ്മയുടെ തൃക്കണ്ണുകളുടെ മനോഹര ദീപ്തി കാണുമ്പോൾ ശിവന്റെ മനസ്സിലെ ശാന്തത നഷ്ടപ്പെടുന്നു. ബാണങ്ങൾക്ക് ഇരുവശത്തും തൂവലുകൾ കെട്ടിവെച്ച് ഭംഗി വരുത്താറുണ്ടല്ലോ. ഇവിടെ ദേവിയുടെ കൺപീലികളെ മന്മഥ ബാണത്തോടാണ് ഉപമിക്കുന്നത്. ഈ മന്മഥ ബാണപ്രയോഗത്തിന്റെ പ്രയോജനം ത്രിപുരാന്തകനായിരിക്കുന്ന പരമേശ്വരന്റെ അന്ധകരണത്തിലുള്ള വിഷയവിരക്തിയെ നശിപ്പിച്ച് ശൃംഗാര വികാരങ്ങളെ ഉത്പാദനം ചെയ്യുന്നതാകുന്നു. ബാണധർമ്മമായ കർണാന്തവ്യാപ്തി, കങ്കപത്രം, വിഷയവിരക്തി ഭഞ്ജനം, ഈ 3 ഗുണങ്ങളും ഇവിടെ ഉണ്ടെന്നുള്ളതുകൊണ്ട് മാരബാണ വിലാസം എന്ന പ്രയോഗം യുക്തം തന്നെയാണ്. പഞ്ചബാണന് സുന്ദരീ കടാക്ഷവും ഇഷ്ടമായ 6ാമത്തെ ബാണമാകുന്നു. കടാക്ഷ ബാണം അരവിന്ദാദി 5 ബാണങ്ങൾക്കും തുല്യമായ ഒന്നാകുന്നു. അതുപോലെ ദേവിയുടെ തിരുമിഴികളിലെ നോട്ടവും കാതുവരെ നീണ്ടിരിക്കുന്നു. അതാണ് അടുത്ത ശ്ലോകത്തിൽ പറയുന്നത്. 53ാമത്തെ ശ്ലോകം കേട്ടാലോ. വിഭക്ത ത്രൈവർണ്യം വ്യതികരിത ലീലാഞ്ജനതയാ വിഭാതി ത്വന്നേത്ര ത്രിതയമിദമീശാനദയിതേ പുനഃ സൃഷ്ടും ദേവാൻ ദ്രുഹിണ ഹരിരുദ്രാനുപരതാൻ രജസത്വം ബിഭ്രത് തമ ഇതി ഗുണാനാം ത്രയമിവ. അമ്മേ വിശ്വംഭരി, അനുഗ്രഹമരുളിയാലും ജഗത്തിനെ സകല ആപത്തുകളിൽ നിന്നും രക്ഷിച്ച് സംരക്ഷണം നൽകിയാലും ദേവിയുടെ ത്രിനേത്രങ്ങളിൽ വെളുപ്പും ചുവപ്പുമുള്ള 2 രേഖകളുണ്ട്. കൺമഷി എഴുതിയതിനാൽ കറുത്ത ഒരു രേഖ കൂടി കാണപ്പെടുന്നു. മഹാപ്രളയത്തിൽ മറഞ്ഞ ബ്രഹ്മാവ്, വിഷ്ണു, രുദ്രൻ എന്ന രജോഗുണ, സത്വഗുണ, തമോഗുണ പ്രധാനമായ 3 ദേവന്മാരെ പുനഃസൃഷ്ടിച്ച് അവരെ കർമ്മങ്ങൾക്കായി നിയോഗിക്കുന്നത് തന്നെ ദേവിയാണ്. അതുപോലെ ഈ തിരുനയനങ്ങളിലും 3 രേഖകൾ കാണപ്പെടുന്നു. മഹാഭാഗ്യജനങ്ങളുടെ നേത്രങ്ങൾ ചുവപ്പു രേഖകളോട് കൂടിയതാണ്. കറുത്ത വർണ്ണത്തെ, അഞ്ജന ശബ്ദം കറുത്ത വർണ്ണത്തെയാണ് കാണിക്കുന്നത്. സത്വം വെളുപ്പും രജസ് ചുമപ്പും തമസ് കറുപ്പുമാണെന്ന് ലോകപ്രസിദ്ധിയാകുന്നു. അതായത് അമ്മയുടെ കണ്ണിലുള്ള ഈ 3 നിറങ്ങൾ, അവ വെളുപ്പ്, ചുവപ്പ്, കറുപ്പ് എന്നീ 3 വർണ്ണങ്ങളോട് കൂടിയതായിട്ട് കാലവശപ്പെട്ട് നിന്തിരുവടിയിൽ ലയിച്ചിരിക്കുന്ന ബ്രഹ്മ, വിഷ്ണു, രുദ്രന്മാരെ, അങ്ങനെയുള്ള എല്ലാ ദേവന്മാരെയും ദേവി സൃഷ്ടിക്കുന്നതിനായി സത്വം, രജസ്, തമസ് എന്നീ 3 ഗുണങ്ങളെ ധരിച്ചിരിക്കുന്നുവെന്നോ എന്ന് തോന്നുന്ന രീതിയിലാണ് ദേവിയുടെ കണ്ണിലെ ഈ 3 വർണ്ണങ്ങൾ. സൃഷ്ടിസ്ഥിതി സംഹാരാദികൾ ചെയ്യാനായിട്ട് സത്വരജ തമോ ഗുണ പ്രധാനികളായ 3 ദേവന്മാരെ സൃഷ്ടിക്കുന്നതും ദേവിയുടെ ഈ കണ്ണുകളിൽ നിന്നാണ് എന്ന് മറ്റൊരു സാരം. കൃപാമയ്യായ അമ്മേ, ഞങ്ങളെ അനുഗ്രഹിച്ചാലും അഭയദായിനി ഞങ്ങളെ രക്ഷിച്ചാലും ഞങ്ങളിതാ നമസ്കരിക്കുന്നു.